ആക്ച്വലി ഇതിൻ്റെ രണ്ടാമത്തെ മൂന്നാർ യാത്രയാണ്. ആദ്യ തവണ പോയപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കും ചോക്ലേറ്റ് ഫാക്ടറിയും മാട്ടുപ്പെട്ടി ഡാം, ടീ ഫാക്ടറി അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളാണ് കണ്ടത്. ഈ യാത്രയിൽ കൊളുക്കുമലയിലെ സൂര്യോദയം കാണലാണ് പ്രധാന അജണ്ട. അതിനുമപ്പുറം അച്ഛനും അമ്മയുമായി റിലാക്സ്ഡായി കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നടക്കണം. കുറേ നല്ല മെമ്മറീസ് ക്യാപ്ചർ ചെയ്യണം. ഞങ്ങൾ 5 പേരിൽ നിന്ന് 7 ആയ ശേഷമുള്ള ഒരു യാത്ര കൂടിയാണിത്. അതിൻ്റെതായൊരു ഭംഗി ഈ യാത്രയിലുണ്ട്. കോതമംഗലത്ത് നിന്ന് അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് ചീയപ്പാറ വാട്ടർഫാൾസ് കാണാനായിരുന്നു. മെലിഞ്ഞുണങ്ങിയ ഒരു പാവം നീരൊഴുക്ക്, അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാം. അതിനും അപ്പുറത്തേക്ക് കാണാനൊന്നുമില്ല. മഴക്കാലങ്ങളിൽ ചീയപ്പാറ കാണണം, അപ്പോഴേ അതിന്റെ ഭംഗി അറിയാം. കഴിഞ്ഞ യാത്രയിൽ ഒരു ഓർഗാനിക് സ്പൈസ് ഗാർഡൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെടികളോടും ആയുർവേദത്തിനോടും അതിലേറെ ചോക്ലേറ്റ്സിനോടും ഒക്കെ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു കളയാം. ₹100 ടിക്കറ്റ് എടുത്ത് സ്പൈസ് ഗാർഡനകത്ത് കയറി. ചെടികളോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തവർക്ക് ഈ ഒരു ഇടം ഒഴിവാക്കാവുന്നതാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് ആത്മാർത്ഥമായി അവരുടെ അറിവിന്റെ പരമാവധി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന പല ചെടികളും ബൊട്ടാണിക്കൽ നെയിമൊക്കെ എഴുതി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ചിരിയാണ് വന്നത്. ഇത് കാണാനാണോ ഇങ്ങോട്ട് കയറിയത്? പക്ഷേ പിന്നെ ആലോചിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മെഡിസിനൽ പ്ലാന്റ്സിന്റെ യൂസ് പോലും അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത എന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അല്പം ലജ്ജ തോന്നാതിരുന്നില്ല. അശ്വഗന്ധ പോലെയുള്ള ചില പ്ലാന്റ്സിന്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ ചാടിപ്പിടിച്ച് ഇതൊക്കെ ഞാൻ കോഗ്നോസിയിൽ പഠിച്ചിട്ടുള്ളതാ, ബാക്കി പിന്നെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാനും മടിച്ചില്ല. നമ്മൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന കുറേയേറെ ആയുർവേദിക് ഹെർബ്സ്, അവയുടെ മെഡിസിനൽ യൂസ്, അതൊക്കെയാണ് ഗൈഡ് പറഞ്ഞു തന്നത്. അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതിന്റെ സെയിലും നടക്കുന്നുണ്ട്. കൂടാതെ ലൈവ് ചോക്ലേറ്റ് ഫാക്ടറിയും ഉണ്ട്. സ്പൈസസും വാങ്ങാം. മെഡിസിനൽ പ്ലാന്റ്സ് വാങ്ങണം, സ്പൈസസ് വാങ്ങണം, ചോക്ലേറ്റ് വാങ്ങണം എന്നുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷനാണ്. യാത്രകളിൽ എനിക്ക് ഏറെ പ്രയാസം തോന്നാറുള്ളത് ഫുഡിന്റെ കാര്യത്തിലാണ്. പക്ഷേ
ഫാം യാർഡിലെ ഫുഡ് അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അവിടുത്തെ ഒരു ആംബിയൻസ് അത് വേറെ ലെവലാണ്. ഒരു തറവാട് വീട് പോലെ അല്ലെങ്കിൽ ഒരു പാലസ് പോലെ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഇടങ്ങളുണ്ട്, വലിയൊരു പാർക്കിങ്ങും. ഇനി അങ്ങോട്ടും ഇതേപോലെ നല്ല ഭക്ഷണം കിട്ടുന്ന ഇടങ്ങൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറിയത്. വയറ് നിറഞ്ഞ മനസ്സ് നിറയുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ കാണുന്ന കാഴ്ചകൾ കൂടുതൽ മനോഹരമാകും.